ഹെയർ സീറംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. ആൻഡ് ഇപ്പം നമ്മൾ മുടിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് പേര് സിറം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സിറം യൂസ് ചെയ്യുന്നത് എത്രത്തോളമാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ ഹെൽത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അപ്പം സ്കിന്നിന് ഹെയർ സീറം പോലെ ഇപ്പൊ ഹെയറിനും സീറം ഉണ്ട്. ഹെയർ ആൻഡ് സ്കാൽപ്പ് സീറം എന്ന് പറഞ്ഞിട്ട് അവൈലബിളാ. അപ്പൊ ആ സീറത്തിൽ ഉള്ള ഇൻഗ്രീഡിയന്റ് അനുസരിച്ചിരിക്കും അതിന്റെ ഗുണം. ശരി. അപ്പോ ഹെയർ സീറംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതായത് ഫ്രിസി ഹെയറിന് വേണ്ട ഹെയർ മോയ്സ്ചറൈസേഴ്സ്, അതിന്റെ കൂടെ സ്കാൽപ്പ് മോയ്സ്ചറൈസേഴ്സും ഉണ്ടാവും. ഹെയർ ആൻഡ് സ്കാൽപ്പ് മോയ്സ്ചറൈസേഴ്സ് ജസ്റ്റ് സ്റ്റൈൽ ദ ഹെയർ ആൻഡ് ഡ്രൈ ഇച്ചി സ്കാൽപ്പിനും ഫ്രിസി ഹെയറിനും അതൊരു സൂത്തനിങ് എഫക്റ്റും സ്കാൽപ്പ് ഡ്രൈനസ് കുറയുമ്പോൾ ഇച്ചിനെസ് കുറയും ഒക്കെ ചെയ്യും. പിന്നെ ചില ഹെയർ സീറംസിൽ ഹെയർ ഗ്രോത്ത് ഫാക്ടേഴ്സും ഉണ്ടാവും. അപ്പോൾ ഹെയർ ഗ്രോത്ത് ഫാക്ടേഴ്സും ഹെയറിൻ്റെ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ റിഡൻസിൽ, പ്രൊക്യാപ്പിൽ, ക്യാപിക്സിൽ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഹെയർ ഗ്രോത്ത് സ്റ്റിമുലൻസ് ആണ്. അതും കൂടെയുള്ള സീറം ആണെങ്കിൽ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലൻ്റ് ആയിട്ടും, അതായത് മെയിൻലി ഹെയർ ഗ്രോത്ത് സ്റ്റിമുലൻസ് എന്ന് പറയുമ്പം സ്കാൽപ്പിലത്തെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഡ്രോപ്പ് ചെയ്യുക, മസാജ് ചെയ്യുമ്പോൾ അവിടെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ഈ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് അബ്സോർബ് ആവും. അപ്പോൾ അത് ഹെയർ ഗ്രോത്ത് സ്റ്റിമുലൻസ് അങ്ങനെയും ആക്ട് ചെയ്യും. പിന്നെ ചില നല്ല ഹെയർ സീറംസിൽ UV അൾട്രാവയലറ്റ് റേസ് പ്രൊട്ടക്റ്റേഴ്സും ഉണ്ടാവും. അപ്പൊ നമ്മൾ വെയിലത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പം നമ്മുടെ ഹെയറിന് അൾട്രാവയലറ്റ് റേസ് എന്നുള്ള പ്രൊട്ടക്ഷനും കൊടുക്കും. നല്ല സീറംസ് ആണ്.